പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ തോരാതെ പെയ്യുന്ന ഈ ഒരു മഴ, ഇന്ന് പുറത്തുള്ള ജോലികളൊന്നും സാധ്യമല്ല എന്ന് മഴ ആദ്യമേ ഉത്തരവിട്ടു. നമ്മളെ തോൽപ്പിക്കുന്ന മഴയെ നമുക്കൊന്നങ്ങ് തോൽപ്പിച്ചാൽ എന്താ? തലേന്ന് പ്ലാൻ ചെയ്ത കുറച്ച് ജോലികളാണ് മഴ നഷ്ടപ്പെടുത്തിയതെങ്കിലും അകത്ത് ഒത്തിരി സന്തോഷമുള്ള കുറച്ച് ജോലികളുണ്ട്. നമുക്കിന്ന് അതൊന്ന് കണ്ടു നോക്കാം. ഒരു വീട്ടമ്മയായാൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ എന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. അതെന്താണെന്നല്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തെടുക്കാറാണ് പതിവ്. നമ്മൾ ഉപയോഗിക്കുന്ന നൈറ്റി നമുക്ക് തന്നെ സ്വന്തമായി മറ്റുള്ളവരുടെ കയ്യിലില്ലാത്ത മോഡലായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തന്മാരാക്കുക തന്നെ ചെയ്യും. വളരെ മനോഹരമായ നൈറ്റി വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാമെങ്കിൽ ഇനി എന്തിനാണ് നമ്മൾ മടിക്കേണ്ടത്? തയ്യൽ മെഷീൻ ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു നൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ 3 മീറ്റർ തുണിയാണ് വാങ്ങിക്കേണ്ടത്. നൈറ്റി തയ്ച്ച് വിൽക്കുന്ന കടകളിൽ ഇതുപോലെ നൈറ്റിക്ക് മാത്രമായിട്ടുള്ള തുണികൾ വിൽപ്പനക്കുണ്ടാവും. അവിടെ നിന്ന് വാങ്ങിച്ചാലും മതി. അങ്ങനെ നമ്മൾ നൈറ്റിയുടെ തുണി 4 മടക്കുക. 4 മടക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഒരു പഴയ നൈറ്റി വെച്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഈ ഒരു നൈറ്റി നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇതിന് കൈയൊന്നും വേറെ വെട്ടിയല്ല നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം. അളവിനുള്ള നൈറ്റി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുത്ത് ഭാഗവും ഷേപ്പ് ഭാഗവും ഒക്കെ ശരിക്കും അടയാളപ്പെടുത്തി 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്കിലെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. മാർക്കിംഗ് ചോക്ക് വെച്ച് വരച്ചതിന് ശേഷമാണ് അറിയാത്തവർ കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് തയ്ച്ച് ശീലമുള്ളത് കൊണ്ടാണ്. സ്റ്റിച്ചിങ് അറിയുന്ന ആരും എന്നോട് ഇതിൽ കമൻറ്റ് പറയല്ലേ. എനിക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞൂടാ. എൻ്റെ അറിവിൽ തയ്ച്ചെടുക്കുന്ന നൈറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പീസ് മാറ്റി വെച്ച് പിന്നീട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തു 2 പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ബാക്കി വേസ്റ്റ് വെട്ടിയതിൽ നിന്ന് നമ്മൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു പോർഷൻ അടയാളപ്പെടുത്തണം. ഇത് നമ്മുടെ മാറിൻ്റെ അളവ് എത്രയുണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ അളവെടുത്ത് ഫ്രണ്ട് പീസിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ലേസ് വെച്ച് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേസിൻ്റെ 2 അറ്റത്തും നമ്മുടെ 2 പീസും ജോയിൻ്റ് ചെയ്തെടുക്കുക. നെക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലേസ് വെച്ച് ആദ്യം തയ്ച്ചെടുക്കുക. ശേഷം ലേസ് നിവർത്തി പിടിച്ച് നമ്മൾ മറ്റ് താഴെ ഭാഗവും കട്ട് ചെയ്തത് അതിനോട് യോജിപ്പിക്കുക. രണ്ട് ഭാഗവും തയ്പ്പിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പരത്തി വെച്ച് ഒരടി കൂടി താഴെ ഭാഗത്തും കൊടുക്കുക. 2 പീസിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലേസും തുണിയും തമ്മിൽ വേറിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു ഭംഗി വേറെയാണ്. ഇനി നമുക്ക് മറ്റുള്ള ഡിസൈനിങ്ങിലേക്ക് പോകാം. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൈയിൻ്റെ ഭാഗത്ത് വരെയുള്ള ഒരു ലേസ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലേസ് ഈ 3 ലെവലിലായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കണം.
നെക്ക് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുകയില്ല. അടിക്കുന്ന സമയത്ത് വളയും എന്നുള്ള ആളുകൾ ചോക്ക് കൊണ്ട് ലൈനിട്ട് ലേസ് അടിച്ചെടുക്കുക. ഒരു ലെയർ ലേസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ലെയർ, അങ്ങനെ 3 ലെയർ നമ്മൾ ഒരു ഭാഗത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഭാഗത്തും അതുപോലെ 3 ലെയറായിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. ഈ 2 ഭാഗത്തും 3 ലെയറായി ലേസ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഡിസൈനിങ്ങിലേക്ക് പോകാം. അതിനായി നമ്മൾ 1.5 ഇഞ്ചിൽ വെട്ടിയെടുത്ത പീസ് 2 കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ഡബിൾ സ്റ്റിച്ചിട്ട് നല്ല സ്ട്രോങ്ങോടെ വേണം നമ്മളത് തയ്ച്ചെടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ തയ്ച്ചെടുത്ത പീസിൻ്റെ കരഭാഗം അടിച്ചെടുക്കുക. വളരെ വീതി കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ ആ പീസ് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് കമഴ്ത്തിയിടുക. ചീത്ത ഭാഗത്ത് നെക്കിൻ്റെ പീസ് വെച്ച് ഇതുപോലെ ചേർത്ത് വേണം നമ്മൾ അടിക്കാൻ. എന്നാലേ മറിക്കുന്ന സമയത്ത് മുൻഭാഗത്തേക്ക് നല്ല വശം തിരിഞ്ഞു വരികയുള്ളൂ. ഈ പീസ് വെച്ച് അടിക്കുന്ന സമയത്ത് നന്നായി പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ ഇടുമ്പോഴാണ് നെക്കിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുക. 1/4 ഇഞ്ച് അകലത്തിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു ഞൊറിവിട്ടടിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമാണ് നമ്മളെ നൈറ്റിക്കുള്ളത്. മറ്റൊരു കാര്യത്തിനും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തയ്ച്ചെടുക്കാം. ഞൊറിവ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഭാഗം ഫ്രണ്ടിലേക്ക് മറിച്ച് ഒരു 1/4 ഇഞ്ച് അളവിൽ തയ്ച്ചെടുക്കാം. നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളയാതെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു നൈറ്റിയുടെ ഫിനിഷിങ് ആ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ നമ്മൾ മുകളിലുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്ക് വളരെ ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല പ്ലീറ്റൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായ നെക്കാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് കൈ പിടിപ്പിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഷോൾഡർ നേരെ അങ്ങ് വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് പീസൊന്നും വെക്കാതെ തന്നെ നമ്മളിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലൈന് അടിച്ചെടുക്കാം. ബാക്ക് നെക്കും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. വളരെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നന്നായി 2 ലൈൻ സ്റ്റിച്ചായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്താലുള്ള ജോലി നമ്മുടെ കൈയിൻ്റെ ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിൽ നമുക്ക് കൈയിൻ്റെ ഭാഗം മടക്കി അടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലും നമ്മൾ മാറിൻ്റെ ഭാഗത്ത് ചെയ്ത ലേസ് പിടിപ്പിച്ചു കൊടുക്കാം. മാറിൻ്റെ ഭാഗത്ത് പിടിപ്പിച്ച പോലെ തന്നെ 3 ലൈനുകളായിട്ടാണ് ഞാൻ പിടിപ്പിച്ചു കൊടുക്കുന്നത്. 2 കൈയിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ഇതുപോലെ 3 ലെയറായിട്ട് ലേസ് പിടിപ്പിച്ചെടുക്കുമ്പോഴാണ് നൈറ്റിയുടെ ഒരു മാറിൻ്റെയും കൈൻ്റെയും ഉള്ള ഭംഗി ഒരുപോലെയായി മാറുകയുള്ളൂ. നമ്മൾ കൈയിൻ്റെ ലേസൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കയ്യിൽ ലേസ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നൈറ്റിയുടെ സൈഡ് നന്നായി ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും നന്നായി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സാവധാനം സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗം നമ്മുടെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരല്പം വീതി കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നൈറ്റി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഭംഗിയൊന്ന് കണ്ടു നോക്കാം. കൈയിൻ്റെ അറ്റത്തായി നമ്മൾ ഇതുപോലെ 3 ലെയറായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ 2 വശത്തും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു നൈറ്റി. നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സും എല്ലാം നമ്മൾ വളരെ ഭംഗിയായി ചെയ്തെടുക്കാൻ കഴിയുക തന്നെയാണ് ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ കഴിവ്. നമ്മളിടുന്ന നൈറ്റി ആയാലും അതുപോലെ തന്നെ ചുരിദാറായാലും എല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മുടെ ഡിസൈനിങ്ങിൽ മുന്നോട്ട് പോകുമ്പോഴുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിലും സിമ്പിളായി നിങ്ങൾക്കൊരു നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.